ഇന്ത്യക്ക് വൻ കുതിച്ചുചാട്ടം. ഇന്ത്യക്ക് അപ്പാച്ചെ ഹെലികോപ്റ്റർ M777 പിന്തുണാ കരാറിന് അംഗീകാരം നൽകി US. $428.2 മില്യൺ സൈനിക സഹായ പാക്കേജാണ് ഇന്ത്യക്ക് US അനുവദിച്ചിട്ടുള്ളത്. അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്ററുകൾക്കും M777 അൾട്രാലൈറ്റ് ഹോവിറ്റ്സറുകൾക്കുമുള്ള പിന്തുണാ സേവനങ്ങളും അനുബന്ധ ഉപകരണങ്ങളും ഇന്ത്യക്ക് $428 മില്യൺ അധികം മൂല്യമുള്ള ഇടപാടുകളിൽ വിൽക്കാൻ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അംഗീകാരം നൽകി. അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ നിർദ്ദിഷ്ട വിൽപ്പന $198.2 മില്യൺ കണക്കാക്കപ്പെടുന്നു. അതിൽ AH-64E അപ്പാച്ചെ സസ്റ്റെയിൻമെന്റ് സപ്പോർട്ട് സർവീസുകളും ഉൾപ്പെടുന്നു. കൂടാതെ M777A2 അൾട്രാലൈറ്റ് ഹോവിറ്റ്സറുകൾക്കുള്ള ദീർഘകാല സസ്റ്റെയിൻമെന്റ് പിന്തുണയും ഏകദേശം $230 മില്യൺ ആണ്. അപ്പാച്ചെ സപ്പോർട്ട് പാക്കേജിന്റെ പ്രധാന കരാറുകാർ ബോയിങ്ങും ലോക്ഹീഡ് മാർട്ടിനുമായിരിക്കുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട്. ഹോവിറ്റ്സേഴ്സിന്റെ പിന്തുണയ്ക്കുള്ള പ്രധാന കരാറുകാരായി BAE സിസ്റ്റംസ് പ്രവർത്തിക്കുന്നു. AH-64E അപ്പാച്ചെ സുസ്ഥിര പിന്തുണാ സേവനങ്ങൾ US ഗവൺമെന്റിന്റെയും കോൺട്രാക്ടറുടെയും എഞ്ചിനീയറിംഗ്, സാങ്കേതിക, ലോജിസ്റ്റിക് പിന്തുണാ സേവനങ്ങൾ, സാങ്കേതിക ഡേറ്റയും പ്രസിദ്ധീകരണങ്ങളും, പേഴ്സണൽ പരിശീലനം, ലോജിസ്റ്റിക്കിന്റെയും പ്രോഗ്രാം പിന്തുണയുടെയും മറ്റ് അനുബന്ധ ഘടകങ്ങൾ എന്നിവ വാങ്ങാൻ ഇന്ത്യ അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ഹോവിറ്റ്സറുകൾക്കായി പ്രധാനമല്ലാത്ത പ്രതിരോധ ഉപകരണ ഇനങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് US പറഞ്ഞു. അനുബന്ധ ഇനങ്ങൾ സ്പെയറുകൾ, അറ്റകുറ്റപ്പണിയും തിരിച്ചുവരവും, പരിശീലനം, സാങ്കേതിക സഹായം, ഫീൽഡ് സർവീസ്, പ്രതിനിധി ഡിപ്പോ ശേഷി, ലോജിസ്റ്റിക്സിന്റെയും പ്രോഗ്രാം പിന്തുണയുടെയും മറ്റ് അനുബന്ധ ഘടകങ്ങൾ. ഈ നിർദ്ദിഷ്ട വിൽപ്പന US-ഇന്ത്യ തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ഇൻഡോ പസഫിക്, ദക്ഷിണേഷ്യ മേഖലയിലെ രാഷ്ട്രീയ സ്ഥിരത, സമാധാനം, സാമ്പത്തിക പുരോഗതി എന്നിവയ്ക്കുള്ള ഒരു പ്രധാന ശക്തിയായി തുടർന്ന ഒരു പ്രധാന പ്രതിരോധ പങ്കാളിയുടെ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നതിലൂടെ US-ന്റെ വിദേശ നയത്തെയും ദേശീയ സുരക്ഷാ ലക്ഷ്യങ്ങളെയും പിന്തുണയ്ക്കും, US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ ഭീഷണികളെ നേരിടാനും മാതൃരാജ്യ പ്രതിരോധം ശക്തിപ്പെടുത്താനും പ്രാദേശിക ഭീഷണികളെ തടയാനുമുള്ള ഇന്ത്യയുടെ കഴിവ് വിൽപ്പന മെച്ചപ്പെടുത്തുമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ഇന്ത്യയുടെ സൈനിക ശേഷി എടുത്തു കാണിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഈ വസ്തുക്കളും സേവനങ്ങളും സായുധ സേനയിൽ ഉൾപ്പെടുത്തുന്നതിൽ ഇന്ത്യക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ഏപ്രിൽ 9 വ്യാഴാഴ്ച പൊഖ്രാൻ ഫയറിംഗ് റേഞ്ചിൽ ബ്രഹ്മാസ്ത്ര എന്ന ലൈവ് ഫയറിംഗ് അഭ്യാസത്തിനിടെ ഇന്ത്യൻ സൈന്യം തങ്ങളുടെ ഏറ്റവും പുതിയ ആക്രമണ ഹെലികോപ്റ്ററായ ബോയിങ് AH-64 അപ്പാച്ചെയുടെ പോരാട്ട വീര്യം പ്രദർശിപ്പിച്ചു. ഉയർന്ന കൃത്യതയുള്ള നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധത്തിൽ സൈന്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നും സൈന്യം നടത്തിയ പ്രകടനം അടിവരയിട്ടു. AGM-114 ഹെൽഫയർ മിസൈലുകൾ, റോക്കറ്റുകൾ, ഓൺബോർഡ് ഗൺ സിസ്റ്റങ്ങൾ എന്നിവ ഉപയോഗിച്ച് അപ്പാച്ചകൾ കൃത്യമായ ആക്രമണങ്ങൾ നടത്തി. ഒരു സിമുലേറ്റഡ് യുദ്ധക്കള പരിസ്ഥിതിയിൽ നിയുക്ത ലക്ഷ്യങ്ങളിൽ കൃത്യതയോടെ ആക്രമണം നടത്തി. പൈലറ്റുമാരും ഗ്രൗണ്ട് ക്രൂവും തമ്മിലുള്ള പ്രവർത്തന സന്നദ്ധതയും ഏകോപനവും പരീക്ഷിക്കുക എന്നതായിരുന്നു ഈ അഭ്യാസത്തിന്റെ ലക്ഷ്യം. ലോകത്തിലെ ഏറ്റവും നൂതനമായ മൾട്ടി റോൾ കോമ്പാക്ട് ഹെലികോപ്റ്ററുകളിൽ ഒന്നാണ് ബോയിങ് AH-64 അപ്പാച്ചെ. 30 mm ചെയിൻ ഗൺ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഇതിൽ ഹെൽഫയർ ആന്റി ടാങ്ക് മിസൈലുകളും ഹൈഡ്ര റോക്കറ്റുകളും വഹിക്കാൻ കഴിയും. കൂടാതെ ലോങ് ബോ റഡാർ, നൈറ്റ് വിഷൻ സെൻസറുകൾ പോലുള്ള നൂതന ടാർഗറ്റിംഗ് സംവിധാനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. രാത്രിയിൽ ഉൾപ്പെടെ എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കാനുള്ള കഴിവും ഇന്ത്യൻ സൈന്യത്തിന്റെ ഏറ്റവും പുതിയ ആക്രമണ ചോപ്പറിനുണ്ട്. കഴിഞ്ഞ ദശകത്തിൽ ആയുധ വിൽപ്പന, സംയുക്ത സൈനിക അഭ്യാസങ്ങൾ, സാങ്കേതിക പങ്കിടൽ സംരംഭങ്ങൾ എന്നിവയിലൂടെ സൈനിക ബന്ധങ്ങൾ ക്രമാനുഗതമായി ആഴത്തിലാക്കിയ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വികസിപ്പിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ അംഗീകാരങ്ങൾ ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.